എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് ഗെയിം ചേഞ്ചർ. ഈ ഗെയിം ചേഞ്ചർ സിനിമ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാരുടെ ഗെയിം ഓവർ ആയിട്ടുണ്ട് കേട്ടോ. ശങ്കരൻകുട്ടി, ജയറാമേട്ടൻ, പിന്നെ നമ്മുടെ രാം ചരൺ. എവിടെ നിന്ന മനുഷ്യനെ അതാണ് ആലോചിച്ച് നോക്കുന്നത്. രാംചരണേ, അതെ, അതൊക്കെ പിന്നെ അടുത്ത സിനിമകളിൽ റെഡി ആവുള്ളൂ. പക്ഷെ ഇതിന്റെ ആഘാതം അത് ഭീകരം തന്നെയാണ്. അതവിടെ അങ്ങനെ നിൽക്കും. അതിനി എത്ര കാലം കഴിഞ്ഞാലും തേഞ്ഞു മാഞ്ഞു പോവില്ല. അതെ, അതാണ് ഇതിന്റെയൊക്കെ പ്രശ്നം. എന്തായാലും ഒട്ടും തേഞ്ഞു മാഞ്ഞു പോകാത്ത ഒരാളുണ്ട്. എന്തൊക്കെ ചെയ്താലും ആ കറ ആ ദേഹത്ത് തന്നെ ഉണ്ടാവും. ജയറാമിന്റെ പൊന്നോ, എന്നാ ഡയലോഗാന്നറിയോ റിലീസിന് മുന്നേ വന്നിരുന്നിട്ട് അല്ലേ. ആള് ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്. ആർക്ക്? ശങ്കറിനാണ് നമ്മുടെ ജയറാമേട്ടൻ പറയുന്നത്. ആ ഹ്യൂമറൊക്കെ ശരിയാണ്. അല്ലെങ്കിൽ രാംചരനെ കൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ തോണ്ടിയപ്പോ തന്നെ ഒരാളൊന്ന് ഇങ്ങനെ പോണു ആകാശത്ത് കൂടി. എത്ര പേരെ തോണ്ടിയില്ലേ. ഭയങ്കര ഹ്യൂമർ സെൻസ് തന്നെയാണ് അത്. ജയറാം ശരിക്കും എനിക്ക് തോന്നുന്നു ശങ്കരൻകുട്ടീനെ നല്ല ഊക്കിയതാണെന്നൊരു സംശയം. മനസ്സിലാക്കാനുള്ള കഴിവൊന്നുമില്ല ആൾക്ക്. അത് നേരത്തെ പോയതാണ്. അത് വിട്. പിന്നെ ഓവർ വിനയം കണ്ടിട്ടില്ലേ? അയ്യോ. ഓക്കെ, എന്തായാലും നല്ലൊരു കിടിലൻ റോള് കൊടുത്തതിന് നന്ദി അറിയിക്കുന്നു. മലയാളികളായിട്ടുള്ള നമ്മളെല്ലാവരും അതിൽ കടപ്പെട്ടിരിക്കുന്നു. ആരോട്? ശങ്കരൻകുട്ടിയോട്. നമ്മുടെ ജയറാമേട്ടനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയി ആക്കിയല്ലോ. ശരിക്കും എന്താ പഴയ പണ്ട് പറയുന്ന പഴഞ്ചൊല്ലൊക്കെ കറക്റ്റാണ്. എന്തൊക്കെയാണെങ്കിലും ശങ്കരൻ തെങ്ങേ തന്നെയാന്ന് പറയൂലേ, ആ അവസ്ഥ തന്നെ. എത്ര കാലം കഴിഞ്ഞാലും അയാളുടെ ആ ഒരു വൈബൊന്നും മാറ്റി പിടിച്ചിട്ടുള്ള ഒരു സാധനമൊന്നും വരും തോന്നേ ഇല്ല. ജയറാമിന് തന്നെ അറിയാം തനിക്ക് ഇങ്ങനെയൊക്കെയുള്ള റോളേ ഇനി വരുള്ളൂ. അതാണ് അപ്പോൾ എന്താ, കുറച്ച് ചെയ്താൽ മതി, കൂടുതലായിട്ടുള്ള പ്രതിഫലം കിട്ടും. മലയാളത്തിൽ ഒരു സിനിമ മുഴുനീളം ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് അത് ശരിയാണ്. ഇതാണ് ബെറ്റർ എന്ന് ആൾക്ക് അറിയാം. അതുകൊണ്ട് ആളതിന് നിന്ന് കൊടുക്കണം. ആളങ്ങനെ ആയി. ആളിപ്പോ അങ്ങനത്തെ ഒരു ശരിക്കും എന്താ പറയാ, മറ്റേ സിനിമയുടെ പേരും മറന്നു പോയല്ലോടെ ആളിയാ. അതായത് ഓസ്ലറിലൂടെ നല്ലൊരു വരവ് വന്നതാണ് മലയാളത്തിൽ. എന്നിട്ട് അതിനുശേഷം പിന്നെയും മുഴുനീള നായകനായിട്ട് മാത്രമേ അഭിനയിക്കുള്ളൂ എന്നുള്ള വാശി പിടിച്ച് വെക്കുക മലയാളത്തിലേക്ക് വരുമ്പോൾ മാത്രം. മറ്റുള്ളടത്ത് ഒരു കുഴപ്പമില്ല. സംഭവം ഇങ്ങനെയൊക്കെ ഇനി പോവുള്ളൂ. അതത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ശരിക്കും നോക്കിക്കാണേണ്ട കുറച്ച് നടന്മാരുണ്ട്. പ്രഭു, സത്യം, ഇവരൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ. ശരത് കുമാർ, പക്ഷെ ശരത് കുമാർ കുറച്ചുകൂടെ സ്വന്തമായിട്ടുള്ള വേറെ സിനിമകളും ചെയ്യുന്നുണ്ട്. ഇടയിലൂടെ ഓരോ സിനിമകളൊക്കെ വരുന്നുണ്ട്. ഇതങ്ങനെ അതെ, ഇതങ്ങനെ ഒന്നുമില്ല. ഇതെല്ലായിടത്തും പോയിട്ട് സൈഡ് റോളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മുടെ ജയറാമേട്ടൻ മാറിയിട്ടുണ്ട്. അത് നമ്മൾ ഉൾക്കൊള്ളുക, അത്രേ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ അളിഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ കാണേണ്ടി വരും എന്നുള്ളത് മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വഴിക്ക് പോകാതിരിക്കായിരുന്നു. ഇപ്പം പൊന്നിയൻ സെൽവനിലൊക്കെ ചെയ്തായിരുന്നു ക്യാരക്ടർ. അതൊക്കെ അടിപൊളി ക്യാരക്ടറുകൾ തന്നെയായിരുന്നു. പക്ഷെ ഇത് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നെ, ഇത് കിടിലനായിരുന്നു. അതായത് ആ ചവിട്ടി തുറക്കുന്ന വാതിൽ ചവിട്ടി തുറന്നിട്ട് അതേപോലെ അടക്കുന്നില്ലേ. അയ്യോ ഒളി. എന്തായാലും ഇതിന്റെ ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട്. നമ്മുടെ PK ട്രോൾസ് ചെയ്തതാണ്, കാണാം. ജയറാമേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമർ സെൻസ് ഭയങ്കരം. ആര് കേട്ടാലും വിശ്വസിക്കില്ലാലും ഞാനൊരു കാര്യം പറയാം. അടുത്ത കാലത്ത് ഞാൻ ഞെട്ടിപ്പോയ ഒരു ഡയറക്ടറാണ് ശങ്കർ സാർ. ഞാനെന്തിനാ ഞെട്ടണത്? താൻ പറയടോ. ബ്രഹ്മാണ്ഡമായ സിനിമകൾ എടുക്കുന്ന ശങ്കർ സാർ എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്നറിയാമോ? ആണോ? അനുഭവമുള്ളവർ പറയുമ്പോൾ വിശ്വസിച്ചല്ലേ പറ്റൂ. വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. ഞാൻ എനിക്ക് എന്തുകൊണ്ട് സാർ ഇത്രയും കാലം ഹ്യൂമർ പടങ്ങൾ ചെയ്തില്ലെന്ന് ഞാൻ കേട്ടോ. മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും എന്ന് പറഞ്ഞത് ഇതാരാന്ന് വെച്ചാ ഇപ്പൊ നമ്മളൊരു കാര്യത്തില് ടടൻ ഈ ശബ്ദത്തിലാണ് അവിടെ ചെയ്യേണ്ടെങ്കിൽ ആ ശബ്ദം വരെ ഒന്ന് പറഞ്ഞു തരും. അത്രേ പാടുള്ളൂ കേട്ടോ. ഇത്രേ പാടുള്ളൂ. ഓ, ഒന്ന് നിർത്തണ്ട സാബുവേ. നമ്മളെ പറ്റി നിന്നെ പോലെയുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞാൽ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കാന്ന്. അതുകൊണ്ട് വേണ്ട. ഭയങ്കര ഹ്യൂമറസ് ആണ്. പൈസ കൊടുക്കണ്ട, ഫ്രീ. ആൾക്കാരെ നോക്ക്, ഇത് നോക്ക്, നീ എന്തോ നടന്ന് കാണിക്കാൻ നോക്ക്. இப்படி பார்த்தா விகாரமா இருக்காது. மொட்டை வேஸ்ட் ஆகி போச்சு.
നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? പിന്നെ എന്താ അതിന്റെ അർത്ഥം? ഉഗ്ര കറക്റ്റാണ് അതിനകത്ത്. என்ன உங்களுக்கு திடீர்னு இப்ப நாமெல்லாம் நல்லது தானே பண்ணிட்டு இருக்கோம். எனக்கெல்லாம் வெளியில ரொம்ப நல்ல பேர் இருக்கு. അത് പറഞ്ഞപ്പോ എന്തായിരുന്നു ആളുകളും പോവായിരുന്നു. അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായം. ஆமா ஆமா உனக்கு எவ்வளவு நல்ல பேரு எனக்கு தெரியாது. ഇത്രയും സൈഡ് റോളുകൾ കൂതറ വളിച്ച സൈഡ് റോളുകൾ ചെയ്ത മറ്റൊരു മലയാള മെയിൻ സ്ട്രീം നടൻ കാണൂലേ? உங்க வண்டின்னு தெரியாம சீஸ் பண்ணிட்டாங்கண்ணே. எவன்டா? நம்ம அன்பிரடிக்டபிள். மிஸ்டர் மாவீரன் പറയിപ്പിക്കുന്ന ലെവല്, അതായത് കോപ്ര ഇദ്ദേഹത്തെ കൊണ്ട് കോമഡി ചെയ്യിപ്പിക്കുക. உன் அனுபவத்துல அவனை கைட் பண்ணு. 6 மாசம் தானே. பழம் அவனுக்கு தோல் எனக்கா? കൊള്ളൂല. വേണ്ടായിരുന്നു. എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. ഇത് എന്തായാലും ശോഭക്ക് ചിരി വരും. ഭയങ്കര തമാശ. எனக்கு தெரிஞ்சு அமெரிக்க பிரசிடென்ட் ட்ரம்ப் வந்து விஷ அனுப்பி இருக்கான்னு நினைக்கிறேன். டேய் படுற படி. அண்ணே, என்ன இவரோட சிங்க போச்சு செல்லாதுட்டாரா? എന്നാലും എന്റെ പൊന്നുപെണ്ണുകാരി ചങ്കി തീ കോരിയിരുന്ന തമാശയായി പോയി. ഇത്രയും പ്രായമുള്ള അദ്ദേഹം അവിടെ പോയിട്ട് പണ്ട് കൗണ്ടർ മണി കാണിച്ചിട്ടുണ്ടാവില്ല ഇതുപോലത്തെ വരാതെ. സത്യം. വടിവേലും ആയ കാലത്ത് കാണിച്ചിട്ടുണ്ടാവില്ല. സ്വഭാവം ഇല്ലാണ്ടായ പിന്നെ പറയുന്നതിനല്ല അർത്ഥം. മാസാണേ. തമിഴ് സിനിമയിലൊന്നും ഇപ്പോഴും ആരും കാണിക്കില്ല. ഇത് തെലുങ്ക് സിനിമയാണ്. എന്നാലും പറയുക ജയറാമട്ടം പോയിട്ട് ഇങ്ങനെ ഒരുമാതിരി പറയിപ്പിക്കുന്ന ലെവല്, അതായത് കോപ്രായം. ഓരോ ഷോട്ട് കഴിയുമ്പോഴും കട്ടെന്ന് പറയുമ്പോൾ ദൈവം എന്ന് പറയുമ്പോൾ ശങ്കർ അവിടെ നിന്നിട്ട് ക്യാമറയിൽ മുമ്പ് ചിരിച്ചിട്ട് ഓരോന്ന് കാണിക്കും. അത് കിട്ടുന്ന ഭാഗ്യമാണത്. കിട്ടുന്ന ഭാഗ്യമാണ്. ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭാഗ്യമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇദ്ദേഹത്തിന്റെ പേര് പിന്നെ മൈദമാവ്. ശങ്കറിന്റെ കൂടെ ഞാൻ ചെയ്യുന്ന രാംചരന്റെ പടത്തില് അതിഗംഭീരമായിട്ടുള്ള വേഷമാണ് എന്റെ. ആളുകൾ കളിയാക്കി ചിരിക്കുക. എന്ത് കാര്യത്തിനാണത്? മാവീരൻ മൈദമാവ്. ഇദ്ദേഹത്തെ ലാസ്റ്റ് എസ്റ്റേസ് ഒരു ചവിട്ടി വെള്ളത്തിലിടും. ഇതാണ് ഇദ്ദേഹത്തിന്റെ റോള്. ടൈമിംഗ് മിസ് ആവുതേ. എന്തിനാ പോയത്? കേൾക്കുമ്പോ ഒരല്പം ക്രൂരമായ കമന്റ് ആണെന്ന് തോന്നിയത്. ബട്ട് ഐ ആം ടെല്ലിംഗ് യു എ ബിറ്റർ ഫാക്ട്. ഇങ്ങനെ അഭിനയിച്ചാലേ ചെരിപ്പ് ഉറപ്പാ. സംശയമുണ്ടോ? இப்படி பார்த்தா വികാരമാ இருக்காது. നിർത്ത്. കുറെ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. സഹിക്കാവുന്നിടത്തോളം സഹിച്ചു. ഇനി വയ്യ. അതെ, പേഴ്സണലായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ ബ്ലഡി ഫൂളുമായിട്ടുള്ള കൂട്ടുകെട്ടും നിങ്ങൾക്ക് ഞാൻ രണ്ടാളോടും കൂടിയിട്ട് പറയുന്നത്. കഷ്ടകാലത്തെ സമയമേ കോണാൻ പാമ്പ് ഹോക്കർ കൊത്തുക. എന്തല്ലേ എന്റെ പൊന്നു ജയറാം എന്താണ് പറയണത്? അതിന്റെ നേരെ വിപരീതമാണ് ആ സിനിമയിൽ നടക്കുന്നത്. അതെ, അത് സംഭവം എന്താണെന്നറിയോ? ആൾക്ക് ശരിക്കും ഒരു നല്ലൊരു ക്യാരക്ടർ ഉണ്ടല്ലോ. ഈ നമുക്കൊരു ഇത് തോന്നുമല്ലോ, ഏത് ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ആ സാധനം ഇപ്പൊ ജയറാമിന്റെ കയ്യിലില്ലല്ലേ. അത് പോയി, മൊത്തം കഴിഞ്ഞ്. ഇപ്പൊ ഒന്നിരിക്കുന്നു, വേറെ ഇങ്ങനെ സൂചിപ്പിച്ച് ഇങ്ങനെ കയറ്റി വെക്കുന്ന പരിപാടി മാത്രമാണ്. ഇപ്പൊ ഇരുന്ന് ശങ്കറിനെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് മുന്നേ മറ്റേ PS1 മണിരത്നത്തിനായിരുന്നു. അത് പിന്നെ അതിനുള്ള മുതലുണ്ടായിരുന്നു. അത് പറയുന്നതിനുള്ള മുതൽ അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞ എന്താ ശങ്കർ കടന്ന് ചിരിക്കണെന്ന് പറഞ്ഞു. എന്തായിരിക്കും ചെയ്തു വെക്കുന്ന നല്ല കോപ്രായമുള്ള കാണിക്കണമെന്ന് ഓർത്തിട്ടുള്ള ചിരിയായിരിക്കും ചിരിച്ചത്. ലാസ്റ്റ് അതിനുള്ളതായിരിക്കാം ആ SJ സൂര്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ചവിട്ടി വെള്ളത്തിലിട്ട്
എന്താ വെള്ളത്തിൽ വീണാ എന്താ 1 കോടി കൂടുതലല്ലേ കിട്ടിയതെന്ന്. സത്യം. അതെ, ഇതിനകത്ത് ഇപ്പൊ ഈ കോക്ക് പറഞ്ഞതുപോലെ തന്നെ ഒരു സംഭവമാണ് നമുക്ക് തോന്നിയത്. അതായത് പണ്ട് ആയ കാലത്ത് തമിഴിലുള്ള കൊമേഡിയന്മാർ പോലും ചെയ്യാത്തത്ര അവരാതെ നോളത്തരം അതാണ് വന്ന് ചെയ്യുന്നത്. കയ്യൊക്കെ അങ്ങ് വിറയ്ക്കുക, എന്തൊക്കെയാ കാണിക്കുന്ന എന്റെ പൊന്നോ. അല്ല, സിമ്പിളായിട്ട് കോമഡി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ തെലുങ്കായതുകൊണ്ട് കുറച്ച് ഓവർ ഇട്ട് കൊടുത്തതാണോ എന്ന് അറിഞ്ഞൂടാ. അവിടെ എല്ലാം കുറച്ച് ഓവർ വേണമല്ലോ, അതുകൊണ്ട് ഇനി കുറച്ച് ഓവറാക്കി ഇട്ട് കൊടുത്താണോ എന്ന് അറിഞ്ഞൂടാ. അയ്യോ, എന്തായാലും ഇതില് ഈ ക്യാരക്ടർ മാത്രമൊന്നല്ല, അതിലൊരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിൽ ആ ചെരിഞ്ഞ് സുനിലിന്റെ സൈഡ് കൊടുത്തിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, അതൊന്നും കിട്ടായിരുന്നു നന്നായി. ഭാഗ്യം അതൊക്കെ അതും കൂടെ ഒക്കെ ചെയ്യണമെങ്കിൽ ഉള്ള ഒരു അവസ്ഥ. അതെ, അത് കൊടുക്കായിരുന്നു കേട്ടോ, പൊളിച്ചേനെ, ഗംഭീരായനെ. എന്താണെങ്കിലും വിജയകരമായിട്ട് പ്രദർശനം തുടരാൻ പോവാണ് 7-ാം തീയതി മുതൽ OTT-യിൽ. അപ്പൊ എല്ലാരും മിസ്സായ ആൾക്കാരൊക്കെ ഇരുന്ന് കാണുക. അതെ, എന്താണെങ്കിലും അത്രയും പറയാം, ഞാൻ കണ്ടത് തന്നെ. അപ്പൊ എന്തായാലും നിങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. വിടാമുയർച്ചി, യെസ്, അതിന്റെ റിവ്യൂ ഇട്ടാൽ